മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് അലക്ഷ്യമായി ബസ് ഓടിച്ചു കയറ്റിയതിൽ കേസെടുത്ത പോലീസ്. ബസ് ട്രാഫിക് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വൈകിട്ട് മുതൽ തന്നെ ഡ്രൈവർ രാജേഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുവരുന്നു. ബസ് കോട്ടുളിയിൽ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് എസ്കോർട്ടായി വന്ന 2 വാഹനങ്ങൾ കടന്നുപോയി. അതിന് തൊട്ടു പിന്നാലെ ബസ് അശ്രദ്ധമായി വാഹനവ്യൂഹത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിനടുത്തേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പം മന്ത്രിയാണെങ്കിലാവാം നിയമലംഘനം, വയലേഷൻ ഓഫ് ട്രാഫിക് റൂൾസ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കൂട്ടിയിടിച്ചെങ്കിലും കേസെടുക്കേണ്ടതില്ലെന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും. അമിതവേഗവും ട്രാഫിക് നിയമങ്ങളുടെ ലംഘനവും ഒറ്റ നോട്ടത്തിൽ തന്നെ തെളിഞ്ഞ കേസിലാണ് ഇരു വകുപ്പുകളുടെയും കണ്ണടയ്ക്ക്. മോട്ടോർ വാഹന നിയമം 27(3) പറയുന്നത് ആംബുലൻസ്, അഗ്നിശമന സേനകളുടെ വാഹനം എന്നിവയ്ക്കാണ് ഈ വര തെറ്റിച്ചു പോകാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വാഹനം മഞ്ഞവര കടന്നാണ് പോകുന്നത്. അമിത വേഗത കാരണമാണ് സഡൻ ബ്രേക്ക് സിസ്റ്റം കൂട്ടിയിടിച്ചത്. അമിത വേഗതയ്ക്കും മോട്ടോർ വാഹന നിയമം ലംഘിച്ചതിനും കേസെടുക്കാമെങ്കിലും പോലീസും മോട്ടോർ വാഹന വകുപ്പും സംസ്ഥാന മുഖ്യന് വേണ്ടി കണ്ണടയ്ക്കുന്നു. മന്ത്രിമാർക്കാവാമെങ്കിൽ ആ പോയില്ലേ, അതുപോലെ സകലർക്കുമാകാം. നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ കീഴുള്ളവന്മാർക്ക് അവന്റെയൊക്കെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലെ? പിന്നെ താഴെയുള്ളവന്റെയൊക്കെ നെഞ്ചത്ത് കയറ്റാൻ 100 കൂട്ടം നിയമങ്ങൾ